ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് എന്താണ് ട്രേഡ് യൂണിസം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ട്രേഡ് യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വേൾഡ് വൈഡ് മൂവ്മെൻ്റ് ആയിട്ട് ഉള്ള ഒരു സിസ്റ്റമാണ് ട്രേഡ് യൂണിയൻസം എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്ട്രാറ്റജീസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ പല തരത്തിലുള്ള സ്ട്രാറ്റജീസും ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള യൂണിയൻസ് വളരെ യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിയും ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ മോസ്റ്റ് കേസസ് എംപ്ലോയീസ് അസോസിയേഷൻ ഓർ ട്രേഡ് യൂണിയൻ സീംസ് ടു ഹാവ് എമേർജ് ആസ് പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് reaching against the working relationship and condition created by industries. ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന വർക്കിംഗ് റിലേറ്റഡ് പ്രോബ്ലംസ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ട്രേഡ് യൂണിയൻസും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വെൻ industrialization begins, organization members have to generally recruit from the rank of former agricultural labor and artists who have to adapt themselves to the changed condition. എപ്പോഴും ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതൽ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അഗ്രികൾച്ചറും ആർട്ടിഷ്യൻ ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് കൂടുതൽ അവർ റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ചേഞ്ച് ചെയ്യുന്ന കണ്ടീഷൻസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഈ ഒരു കാറ്റഗറിക്കാരെയാണ് കൂടുതലായിട്ട് ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ് വിത്ത് ന്യൂ ടൈപ്പ് ഓഫ് ഇക്കണോമിക് സെക്യൂരിറ്റി സച്ച് ആസ് വേജസ്, സാലറി, ബെനഫിറ്റ്സ് ആൻഡ് സർവീസസ് എക്സെട്ര. ഈ ഒരു ട്രേഡ് യൂണിയൻസും വന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള എക്കണോമിക്കലായിട്ടുള്ള സെക്യൂരിറ്റീസും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കുറച്ചും കൂടി ദേ മേ ഹാവ് ടു ലേൺ ടു ലിവ് ടുഗെദർ ഇൻ ന്യൂ ഡെവലപ്പിംഗ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ആൻഡ് സിറ്റീസ്. അതായത് കുറച്ച് പിന്നോട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ, അതായത് സിറ്റിയിലും ടൗണിലൊക്കെ നിൽക്കാനും പുതിയൊരു വർക്കിംഗ് കണ്ടീഷനിൽ വർക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പാറ്റേൺസും അത്തരത്തിലുള്ള ഡിസിപ്ലിൻസൊക്കെ ഒരു പക്ഷേ അവർക്ക് മുന്നേ വർക്ക് ചെയ്ത് ഫെമിലിയർ ആവാത്ത തരത്തിലുള്ള ഡിസിപ്ലിൻസ് എല്ലാം അവർക്ക് പഠിക്കാനും ടൗൺഷിപ്പിൽ നിൽക്കാനും ടൗണിലെ ജീവിത രീതി ആവില്ല അർബൻ ഏരിയയിൽ ഉണ്ടാവുന്നത്, റൂറൽ ഏരിയയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും വരുന്ന ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അത്രത്തോളം അഡ്വാൻസ്ഡ് ആവാത്ത ആളുകളായിരിക്കും. അവർ ടൗണിലേക്ക് വരികയും അത്തരത്തിലുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു ചാൻസസും കൂടിയാണ്. അതുപോലെ തന്നെ അവരുടെ ഓൾഡ് ഹാബിറ്റ്സ്, ട്രഡീഷൻസ് ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ പലതരത്തിലുള്ള അവരെ ഡെയിലി വർക്ക് ബിഹേവിയറിലൊക്കെ സ്വാഭാവികമായിട്ടും അത് ആ ഒരു ഇതിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അവർക്ക് ചിലപ്പം ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസൊക്കെ ഉണ്ടായിരിക്കും. കാരണം പുതിയ സംഭവമായിട്ട് യോജിച്ച് പോകുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെയല്ല, ഒരു പഴയ സംഭവത്തെ ഇപ്പോൾ ഇത്രയും കാലം പഠിപ്പിച്ച ടീച്ചർ മാറി വേറൊരു ടീച്ചർ വരുമ്പോൾ നിങ്ങൾക്ക് ആ ആളെ ആക്സെപ്റ്റ് ചെയ്യാനുണ്ടാകുന്ന അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം 10 മണിക്ക് എണീറ്റു, ഇനിയിപ്പോൾ കോളേജ് തുടങ്ങി കഴിഞ്ഞാൽ 8 മണിക്ക് എണീക്കാം, ആ ഒരു സിസ്റ്റം മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ ഇവർക്കും ഇവരുടെ ഹാബിറ്റ്സ് മാറുമ്പോഴുള്ളൊരു ഫ്രസ്ട്രേഷനും ഡിസോർഗനൈസേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എംപ്ലോയീസിൻ്റെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ ഒരു പുതിയൊരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ടൈപ്പ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ, അവരുടെ എൻവിറോൺമെൻറ്റ്, അവരുടെ ബാർഗെയിനിങ്, അവരുടെ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ഇന്ന് ഇത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്താണ്, ഒരു കൂട്ടം വർക്കേഴ്സിൻ്റെയും കൂടി എഫേർട്ട് അതിനകത്ത് വരുന്നുണ്ട്. ഇത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഫ്രാങ്ക് ടെനബേൺ ആണ്. ഇത് ഒബ്സർവ് ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നത്. അത് ബേസ് ചെയ്തുകൊണ്ടൊരു കോട്ട് വരുന്നുണ്ട്. ദ എമർജൻസ് ഓഫ് ട്രേഡ് യൂണിയനിസം ലൈസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വിച്ച് ഡിസ്റ്റർബ്സ് ദ older way of life and creating a new society focused by the shop, factory, the mine and the industry.
അപ്പോൾ ട്രേഡ് യൂണിയനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഴയ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് വരും. ഓൾഡർ ആയിട്ടുള്ള വേ ഓഫ് ലൈഫിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ലൈഫിലേക്ക് വരിക. ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോട് കൂടിയിട്ട് പുതിയൊരു ലൈഫിലേക്ക്, അതായത് ഈ അഗ്രികൾച്ചർ ചെയ്യാന്നുള്ളതിനൊക്കെ വിട്ടിട്ട് മൈൻസിലും ഫാക്ടറിയിലും ഒക്കെ ആയിട്ട്, ഇൻഡസ്ട്രികളിലോ ഷോപ്സിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ട്രേഡ് യൂണിയനിസം എന്ന് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ട്രേഡ് യൂണിയനിസം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതെല്ലാം കൂടി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അതല്ലെങ്കിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഫ്രാങ്കിൻ്റെ കോട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് എഴുതുക. ഇനി നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഈ ട്രേഡ് യൂണിയനിസം എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ ഫേസസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുക. ഓക്കെ, ബൈ.